ഓക്കേ. ഒരു വാഴക്കൊല മൂത്ത് നിൽപ്പുണ്ട്. നമുക്കത് വെട്ടിക്കൊണ്ട് പോവേ. എന്നിട്ട് നമുക്ക് പത്താഴത്തിൽ കൊണ്ട് പഴുപ്പിക്കാൻ വെക്കാം. കണ്ടിട്ട് ചെറുതാ, നമുക്ക് വെട്ടി നോക്കാം. ഒരു കുഞ്ഞു ചുണ്ടുണ്ട്. ചുണ്ട് കറക്കി ചുണ്ട്. നമ്മുടെ വാഴക്കൊല കാളാമുണ്ടം വെട്ടി കറ പോകാൻ വെച്ചതായിരുന്നേ. കറയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിതെടുത്ത് കൊണ്ടുപോയി വാ, നമുക്ക് പഴുപ്പിക്കാനായിട്ട് ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കാം. വായോ, പത്താഴത്തിൽ കൊണ്ടുപോയി വെക്കാം. നമുക്ക് ഈ ചാക്കിനകത്തേക്ക് ഇത് ഇറക്കി വെക്കണം. എന്നിട്ട് ഞങ്ങൾ കെട്ടിയിട്ട് ഇത് നാളത്തെ കഴിഞ്ഞ് പഴുക്കണമെങ്കിൽ ഒരു സാമ്പ്രാണി, ഇതിൻ്റെ കാളാമുണ്ടനില്ലേ, അത് കുത്തി വെച്ചിട്ട് നന്നായിട്ട് പുകഞ്ഞു കഴിയുമ്പോൾ ആ സാമ്പ്രാണി കെടുത്തിയിട്ട് ഈ ചാക്കങ്ങ് കെട്ടണം. എന്നിട്ട് ഇതിനകത്ത് ഇറക്കി വെച്ചാൽ നാളത്തെ കഴിഞ്ഞ് പഴവാകും കേട്ടോ. അതല്ല 2-3-4 ദിവസം കഴിഞ്ഞ് പഴുത്താൽ മതിയെങ്കിൽ സാമ്പ്രാണി ഒന്നും കുത്തണ്ട. ഒരു 4 ദിവസം ആകുമ്പോൾ സൂപ്പർ പഴമായിരിക്കും. ഈ സംഭവം പത്താഴം ഇത് ഒരു പെട്ടി പോലെ. ഇതിന് 2 കള്ളിയാണ് ഉള്ളത്. അവിടം തൊട്ട് ഇവിടം വരെ ഒരു കള്ളി, ഇവിടം തൊട്ട് അങ്ങോട്ട് കാണാവോ? കാണത്തില്ലായിരിക്കും. എന്തായാലും ഇത് ഇതിനകത്ത് ഇറക്കി വെക്കാം. ഇപ്പം ഇതിനകത്ത് നെല്ലൊന്നും ഇടാനില്ല, പത്താഴം മാത്രമേ മിച്ചമുള്ളൂ. പത്താഴം ഈ നെല്ലും കപ്പയും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സൂക്ഷിക്കാൻ വേണ്ടി പണ്ടത്തെ ആൾക്കാർ ഇപ്പോഴത്തെ റൂമുകൾക്കൊക്കെ വീടുകൾക്ക് സ്റ്റോർ റൂമില്ലേ, അതിന് പകരം സ്പേസ് ഒന്നും നഷ്ടപ്പെടാണ്ട് അന്ന് വിവരമുള്ള കാരണന്മാരുണ്ടാക്കിയതാണ്. 10-65 വർഷം പഴക്കമുണ്ട് കേട്ടോ ഈ വീടിനെ. അന്ന് പണിതാ. ഈ വീട് പണിതിട്ട് ഏതാണ്ട് 10-65 വർഷം ആയിട്ടുണ്ടെന്നാണ് ഇവിടുത്തെ അമ്മ, ഇവിടുത്തെ ചേട്ടനൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇത് മൊത്തം ആഞ്ഞിലിയുടെ തടിയും കൊണ്ട്, അന്നൊക്കെ ഇവിടെ വെട്ടിയെടുത്ത സ്ഥലം. അന്നൊരു ആഞ്ഞിലി തടി കൊണ്ട് ഒരു മരത്തിൻ്റെ തടിയാണെന്നാണ് പറഞ്ഞത്. ഈ സംഭവമല്ല ഈ പെരയ്ക്കുള്ള അങ്ങനെ ഒരു സംഭവമുണ്ട്. ഇപ്പോൾ ഈ പ്രദേശത്തെ പെരയൊക്കെ ഇങ്ങനത്തെ പെരയെല്ലാം കളഞ്ഞു. ഈ ഭാഗത്ത് ഇനി ഇങ്ങനെയുള്ള പെരകൾ വളരെ ചുരുക്കം കേട്ടോ. ഇപ്പം ഞങ്ങൾ വാഴക്കൊലയൊക്കെ എല്ലാ സാധനവും പഴുപ്പിക്കാൻ വെക്കുന്നതിലാണ്. പിന്നെ അത്യാവശ്യം നമുക്ക് എന്ത് സാധനം വേണേലും സ്റ്റോർ ചെയ്യാനുള്ള ഒത്തിരി സ്പേസ് ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ട് പഴയ വീടുകൾക്ക്. ഇപ്പം പഴയ വീടുകളെല്ലാം പൊളിച്ചു കളഞ്ഞല്ലോ, പുതിയ വീടുകളല്ലേ ഉള്ളൂ. ഇതൊരു കള്ളി, ഇതാണ് അടുത്ത കള്ളി. ഇതിനകത്ത് ഞാൻ കപ്പയൊക്കെ ഇപ്പോഴും സൂക്ഷിക്കും കേട്ടോ. അങ്ങനെ നല്ലൊരു ഒരു സംവിധാനമാണ്. ഈ മച്ചിൻ്റെ മണ്ടയിലാണ് ഇത് പണിത് വെച്ചേക്കുന്നത്. ഇതിവിടെ ഫിക്സ് ആണേ. ഇത് ചേർത്ത് പണിത് വെച്ചേക്കുന്നത്, ഇതൊരു പെട്ടിയല്ല. ഈ മച്ചിൻ്റെ തന്നെ ഇത് സെറ്റ് ചെയ്തേക്കുന്ന സംഭവമാണ്. ഇതൊക്കെ നല്ല സ്റ്റേജ് പോലത്തെ സംവിധാനമാണ് ഈ മച്ചെന്ന് പറയുന്നത് കേട്ടോ. അത് നമുക്ക് എന്തോരം സാധനം വേണേലും വെക്കാനോ. നേരത്തെ മഴക്കാലത്തൊക്കെ നെല്ല് കിട്ടുമ്പോൾ ഞങ്ങൾ ഇത് നിരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ, നെല്ല് കയറ്റി. ഇപ്പം കണ്ടമില്ല കേട്ടോ. കണ്ടമുണ്ട്, നെൽകൃഷിയില്ല. കണ്ടം പ്രളയം വന്നപ്പോൾ പോയി. ഇത് മഴക്കാലത്ത് ഞാൻ ഇതേലൊക്കെ ഇട്ട് ഇതേൽ അഴ കെട്ടിയിട്ട് തുണിയൊക്കെ ഉണങ്ങും കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഉണങ്ങിയൊക്കെ കിട്ടും. നല്ല ചൂടാണേ. ഇതിനകത്ത് ഞാൻ വാഴക്കൊല ഇറക്കി വെച്ചു കേട്ടോ. ഇതിൻ്റെ അടപ്പ് വെച്ച് നമുക്കിതിനെ അടച്ചങ്ങ് വെക്കാം. ഇങ്ങനെ അങ്ങ് ചേർത്തങ്ങ് അടച്ചാൽ അടങ്ങിയിരുന്നുള്ളൂ. സെറ്റായി. ഇതിപ്പം കുറേ വർഷമായതുകൊണ്ട് ഇതിൻ്റെ ലോക്ക് അത്ര കറക്റ്റായിട്ട് ചേരുന്നില്ല കേട്ടോ. ഇത് നന്നായിട്ട് സെറ്റായിട്ട് ഇരിക്കുന്നതാ. നമുക്കിനി ഇറങ്ങി പോയേക്കാം. ഭയങ്കര ചൂടായി. വയർക്കാൻ തുടങ്ങി. വായോ, പയ്യെ ഇറങ്ങണം കേട്ടോ. ഫോൺപിടിയിൽ പെട്ടെന്ന് ഇറങ്ങരുത്, സൂക്ഷിച്ചിറങ്ങണേ. ഇന്ന് പിടിച്ചിട്ട് ഇറങ്ങിക്കോ. ഇതേലെ പിടിച്ചിട്ട് ഇറങ്ങിക്കോളൂ.